ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർ സ്കിൻ കെയറിൽ ചെയ്യുന്ന കുറച്ച് തെറ്റുകളാണ്, അറിവില്ലായ്മ കൊണ്ടുവരുന്ന കുറച്ച് തെറ്റുകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, 30 വയസ്സിലുള്ള കാര്യങ്ങളായിരിക്കില്ല നമുക്ക് 50 വയസ്സിൽ വേണ്ടിയിട്ടുള്ളത്. 30 വയസ്സിൽ വേറെ ആയിരിക്കും, 40 വേറെ ആയിരിക്കും, 50 വേറെ ആയിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ കെയർ കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യത്തെ വലിയ മിസ്റ്റേക്ക്, നമ്മൾ പലരും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കും. അതൊരു വലിയ മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്കിൻ ഏജ് ആകും തോറും നമ്മുടെ സ്കിന്ന് ഡ്രൈനെസ് കൂടുതലാണ്. അപ്പം നല്ലോണം അതിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും മോയ്സ്ചറൈസർ, നമുക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ, ഏത് മോയ്സ്ചറൈസറും നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നില്ല നമ്മുടെ സ്കിന്നിനെ. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. നാച്ചുറലായിട്ട് 50 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽസ് എല്ലാം കുറയുകയും അതിൻ്റെ ഡ്രൈനെസ് കൂടുതലുണ്ടാകുകയും ചെയ്യും. അപ്പം നമ്മൾ സെറമൈഡ്സ്, പെപ്റ്റൈഡ്സ്, ഹൈൽഡ്രോണിക് ആസിഡ് ഇതൊക്കെ അടങ്ങിയ മോയ്സ്ചറൈസർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഒരു വലിയ മിസ്റ്റേക്സാണ് സൺസ്ക്രീൻ ഇടാതിരിക്കുക. കാരണം എൻ്റെ ഏജിലുള്ളവരൊന്നും ചെറുപ്പത്തിൽ ചിലപ്പം സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അവർ വയസ്സാകുമ്പോഴും അവർ വിചാരിക്കുന്ന സൺസ്ക്രീനിൻ്റെ ആവശ്യം ഇല്ല എന്നാണ്. എന്നാൽ അത് വലിയൊരു തെറ്റാണ്. നമുക്ക് സൺസ്ക്രീൻ അത്യാവശ്യമാണ്. കാരണം വീട്ടിൻ്റെ ഉള്ളിലിരുന്നാൽ നമ്മുടെ ജനൽ വഴിയും നമ്മുടെ അന്തരീക്ഷം വഴിയൊക്കെ UV റേസ് വീടിൻ്റെ ഉള്ളിൽ കയറും, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളത് നമ്മൾ യൂസ് ചെയ്തേ മതിയാകുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷനും റിങ്കിൾസും ഫൈൻ ലൈൻസും എല്ലാം കൂടും. പൊതുവേ നമ്മുടെ ഏജുകാർക്ക് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഒത്തിരി അങ്ങ് കൂടാനുള്ള സാധ്യത നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരുന്നാൽ ഉണ്ടാകും. വീട്ടിൻ്റെ അകത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു SPF 30 UV പ്രൊട്ടക്ഷനുള്ള ബ്രോഡ് സ്പെക്ട്രമായിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇനി വെളിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു SPF 50 വരെയും ആകാം. കാരണം അത്രയ്ക്കും ഹ്യൂമിഡിറ്റിയാണ് ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ സൺസ്ക്രീൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണേ. ഇനി മൂന്നാമത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, പല പ്രാവശ്യം നമ്മൾ മുഖം സോപ്പിട്ട് കഴുകും. സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. രാവിലെ ഒരു നേരം, വൈകിട്ട് ഒരു നേരം, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി രാത്രി നന്നായിട്ട് ആണ് നമ്മൾ മുഖം കഴുകിയിട്ട് നമ്മൾ എന്തെങ്കിലും സെറം വല്ലതും യൂസ് ചെയ്ത്, അല്ലെങ്കിൽ രാത്രിയിലുള്ള നൈറ്റ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന പല ക്രീമുകളും ഇടുകയാണെങ്കിൽ രാവിലെ വെറും വെള്ളത്തിൽ കഴുകിയാൽ പോലും മതിയാകും. അല്ലാതെ ഒരുപാട് തവണ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകരുത്. അങ്ങനെ മുഖം കഴുകുകയാണെങ്കിൽ സ്കിൻ ബാരിയർ വളരെയേറെ നശിച്ചു പോകും. ഇനി വേറൊരു മിസ്റ്റേക്ക്, ഈ 30 വയസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കും ചിലർ 50 വയസ്സിലും യൂസ് ചെയ്യുന്നത്. അതും വളരെ തെറ്റാണ്. കാരണം നമ്മൾ 30 വയസ്സ് കഴിഞ്ഞ് 40, 50 ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറേ കൂടെ തിന്നാകും. ഇപ്പം മുഖത്തിന് പൊതുവേ നമുക്ക് ഇച്ചിരി മുഖത്തിന് വണ്ണം ഉള്ളവരാണെങ്കിൽ സ്കിൻ അത്രയും കട്ടി കുറഞ്ഞില്ലെങ്കിലും കട്ടി കുറയും. പക്ഷെ തിൻ സ്കിന്നുള്ളവർ കുറേ കൂടെ തിന്നാകും. അപ്പം സ്കിന്നിൽ നിറച്ച് ലൈൻസും റിങ്കിൾസും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർ കൂടുതൽ സ്കിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരുപാട് സ്ത്രീകളും ഈ സിറംസ്, അതായത് ആക്റ്റീവ്സ് ഉപയോഗിക്കാൻ മടിക്കുന്നവരാണ്. അവർക്ക് പേടിയാണ് ഉപയോഗിക്കാൻ. അത് ചെറിയ കോൺസെൻട്രേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് വൈറ്റമിൻ C യൂസ് ചെയ്യാൻ തുടങ്ങാം, നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും പിഗ്മെൻറ്റേഷനും ഒക്കെ അതിനെ ഒന്ന് തടഞ്ഞു നിർത്തും. ചെറിയ കോൺസെൻട്രേഷനിൽ തുടങ്ങിയാൽ മതി. ഒരുപാട് വലിയ ഹൈ കോൺസെൻട്രേഷനിൽ തുടങ്ങാതിരുന്നാൽ മതി. പിന്നെ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ രാത്രിയിൽ യൂസ് ചെയ്യുക. ഇപ്പം ഇന്ന് യൂസ് ചെയ്താൽ നാളെ യൂസ് ചെയ്യാതിരിക്കുക, മറ്റന്നാൾ യൂസ് ചെയ്യുക. അങ്ങനെ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ അത് യൂസ് ചെയ്യുമ്പോൾ അത് കൊളാജനെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ സ്കിന്നിൽ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇനി പലരും ചെയ്യുന്ന വേറൊരു തെറ്റാണ്, മുഖം മാത്രം നമ്മൾ നേരെ നോക്കും. നമ്മുടെ കഴുത്തോ നമ്മുടെ ഈ ഭാഗമോ ഒന്നും നമ്മൾ നേരാവണ്ണം സൂക്ഷിക്കില്ല. അപ്പോൾ പറ്റുന്നത് കുറേ കൂടെ നമ്മുടെ ഈ ഭാഗം പെട്ടെന്ന് അങ്ങ് ചുളിവുകൾ വരെയും മുഖം മാത്രം ഇരിക്കുമ്പോൾ നമ്മുടെ ഏജ് എടുത്തറിയിക്കുകയും ചെയ്യും. പിന്നെ നമ്മളാരും കൈയും സൂക്ഷിക്കാറില്ല. ഞാനൊന്നും കൈ സൂക്ഷിക്കാറില്ല. അപ്പോൾ കൈയും ഇതേപോലെ നന്നായിട്ട് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് കയ്യിൽ പെട്ടെന്ന് ചുളിവുകളുണ്ടാകും. കാരണം നമ്മൾ ജോലിയൊക്കെ പാത്രം കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് സ്കിന്നില്ലാതാകും. അപ്പോൾ അങ്ങനെയുള്ളവരും നന്നായിട്ട് കൈ സൂക്ഷിക്കണം. അതൊന്നും ഒരുപാട് പേർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്നാലും നിങ്ങൾ മാക്സിമം അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഇനി പലരുടെയും വിചാരം, ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് നമുക്കപ്പോൾ ഇത് മതിയല്ലോ എന്നൊക്കെ ആയിരിക്കാം ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിലില്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രോഡക്ട്സ്, റൈറ്റായിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിലാണ് കാര്യമായിരിക്കുന്നത്. 50 വയസ്സെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊരു വലിയൊരു ഏജ് അല്ല. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ള.
പലരും പറയാറുണ്ട് ഈ വയസ്സുകാലത്ത് എന്തിനാണ് ഇതൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ അർഹതയാണ്, നമ്മൾ കോൺഫിഡൻസോടുകൂടിയും സൗന്ദര്യമുള്ളതായിട്ടും സ്കിന്നിന് ആരോഗ്യമുള്ളതായിട്ടും ഇരിക്കുന്നതെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പം നമ്മൾ തന്നെ അത് മുൻകൈയെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, കൺസിസ്റ്റൻസി വേണം. ഇത് ഇന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വരെ ചെയ്താലേ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യണം. വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം. പിന്നെ രാത്രിയിൽ സ്കിൻ കെയർ വേറെയാണ്. നന്നായിട്ട് നമ്മൾ പകൽ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മൾ അതെല്ലാം നല്ലോണം വാഷ് ചെയ്ത് നമ്മൾ രാത്രിയിൽ വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ചെയ്തിട്ട് വേണം കിടക്കാൻ. കിടക്കുന്നതിന് തൊട്ട് മുന്നേ അല്ല ചെയ്യാനുള്ള, ഒരു മണിക്കൂർ മുന്നേ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക. ഇനി നമ്മുടെ ഏജുകാർക്കൊക്കെ സപ്ലിമെൻറ്റ്സ് ചിലപ്പോൾ എടുക്കുന്നുണ്ടാകും, സപ്ലിമെൻറ്റ്സ് എടുക്കുക. അതെല്ലാം ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് ചെയ്യുക. ഇനി എന്തെങ്കിലും ഹെൽത്തിന് പ്രശ്നമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. വേണ്ടാത്ത സമയത്ത് വെയിലത്തോ അങ്ങനെയൊന്നും ഒരുപാട് എക്സ്പോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും വേണ്ടിയിട്ടുള്ള ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക. നമ്മൾ നിറച്ച് വെള്ളം കുടിക്കുക. നമ്മൾ നല്ല ബാലൻസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഉൾപ്പെടുത്താൻ എല്ലാ നേരവും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതൊന്നും ചിലപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് അതിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മേക്കപ്പ് ചെയ്യുന്ന ദിവസങ്ങളിലാണെങ്കിൽ മേക്കപ്പ് തീർച്ചയായിട്ടും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രമിച്ചേ തീരുള്ളൂ. പിന്നെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യണം. എക്സ്ഫോളിയേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രബ്ബ്. അത് ഫിസിക്കലായിട്ടുള്ള സ്ക്രബും ഉണ്ട്, കെമിക്കലായിട്ടുള്ള സ്ക്രബും ഉണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ തേച്ച് എടുക്കത്തില്ലേ സ്ക്രബ്, അതിനെയാണ് ഫിസിക്കൽ സ്ക്രബ് എന്ന് പറയുന്നത്. കെമിക്കൽ സ്ക്രബ് എന്ന് പറയുന്നത് സിറം പോലെ ഇരിക്കും. യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതാണ് കെമിക്കൽ സ്ക്രബ് എന്ന് പറയുന്നത്. ചെറിയ കോൺസെൻട്രേഷനിൽ തുടങ്ങണം. കാരണം നമ്മുടെ സ്കിന്ന് ചിലപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള എക്സ്ഫോളിയൻസ് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യണം. ഫിസിക്കൽ സ്ക്രബാണെങ്കിലും അതിൻ്റെ തരികൾ വളരെ ചെറിയ തരികളായിരിക്കണം. അപ്പം നമുക്ക് ഒരുപാട് ബലം പിടിച്ച് തേക്കാതെ ചെറിയ രീതിയിൽ ആഴ്ച 2 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോകും. കാരണം നമുക്ക് പ്രായം ചെല്ലുമ്പം സ്വാഭാവികമായിട്ട് ഒരു 28 ദിവസം 30 ദിവസം ആകുമ്പം ഈ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പൊഴിഞ്ഞു പോകും. പക്ഷേ നമ്മൾ ഏജ് ആകും തോറും ഇതങ്ങനെ തന്നെ ഇരിക്കും, പൊഴിഞ്ഞു പോകാൻ താമസിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് ആ ഡെഡ് സ്കിൻ സെൽസിനെ വെളിയിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തും ആയിരിക്കും. അപ്പോൾ അത് ആഴ്ച 2 ദിവസം മതി. പിന്നെ തീരെ സെൻസിറ്റീവായിട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം ആയാലും മതി. പിന്നെ എല്ലാ കാലവും നമ്മൾ ഒരേപോലെ റൂട്ടീൻ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 2-3 കൊല്ലമൊക്കെ ഒരുപോലെ കൊണ്ടുപോയാലും അടുത്ത കൊല്ലമാകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും നമ്മുടെ സ്കിന്നിന്. അതനുസരിച്ച് നമ്മൾ ആ സ്കിന്നിന് മാറ്റങ്ങൾ കൊടുത്ത് നമ്മൾ കൊണ്ടുപോകുക. ചിലപ്പോൾ 1 കൊല്ലം കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് സ്കിന്നിന് മാറ്റങ്ങൾ ഒരുപാട് കണ്ടെന്ന് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സ്കിന്നിൽ മാറ്റങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു ആൾ.